സോറി, ആള് മാറിപ്പോയി. സാറിനെ പോലെ തന്നെ വേറൊരു കള്ളനുണ്ട്. സോറി കേട്ടോ. അയ്യോ, എന്താ രാമേന്ദ്ര പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ ഭയങ്കര തമാശയാ. ആള് മാറിപ്പോയി. സോറി കേട്ടോ. ഞാൻ സോറി പറയിപ്പിക്കാം. പൊന്ന് സാറേ, ഭാര്യക്ക് ചവിട്ടരുത്. കംപ്ലൈന്റ് മനസ്സിലായോടാ ഞാൻ ആരാണെന്ന്? മനസ്സിലായി. എന്റെ പൊന്ന് സാറേ, എന്നെ തല്ലരുത്. സത്യം പറഞ്ഞോടാ റാസ്കൽ. എന്നെ തല്ല നിങ്ങൾ ഇങ്ങോട്ട് അയച്ചതാരാ? അയ്യോ, അത് പിന്നെ ഞങ്ങള് എടാ സ്ഥലം SIക്ക് ഗതിയാണെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ നീ പൊറപ്പിക്കോടാ. സത്യമായിട്ട് ആള് മാറിപ്പോയതാ. ദുബായി കൊണ്ടുപോകാൻ വിസ തരാന്നൊക്കെ പറഞ്ഞ് ഒരുത്തൻ എന്റെ കയ്യിൽ കാശ് വാങ്ങിച്ചിട്ട് മുങ്ങിക്കളഞ്ഞ്. അവനാണെന്ന് തെറ്റിദ്ധരിച്ച സാറിനെ ഞങ്ങൾ എടുത്തിട്ട് പെരുമാറിയത്. എന്താണ് നിന്റെ പേര്? രാമേന്ദ്രൻ. അടിമ കണ്ണ്. ഇനി സിറ്റിയിൽ രണ്ടിനെയും കണ്ടുപോരുത്. ഓ ഒരു സെക്കൻഡ് ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ഓ ചാച്ചക്ക വീട്ടിൽ ചെന്നിട്ടാ പോലെ. ഇതെന്താ കൊലക്കുറ്റ നമ്മളിത് ചത്ത് വീട്ടിൽ പോയിട്ടില്ല? അപ്പൊ വീട്ടിൽ പോയിട്ടില്ലല്ലേ സാർ? വെള്ളം ചൂടായിട്ടുണ്ട്. അമൃതാഞ്ജനം പുരട്ടി നല്ലപോലെ ഒന്ന് കുളിച്ചോ. ആടാ, എന്നെ കുളിപ്പിച്ച് കേട്ടാനുള്ള എല്ലാ അടവും എന്റെ കയ്യിലുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന വായിച്ച് രസിക്ക്. എന്റെ വീരകഥകൾ ഇതിൽ വന്നിട്ടുണ്ട്. അതെ നക്കളി തന്നെ. SIയെ മർദ്ദിച്ചു. രാമേന്ദ്രൻ അടിമക്കണ്ണ് എന്ന് പേരായ 2 ലോട്ടറി കച്ചവടക്കാർ ചേർന്ന് സ്ഥല SI വീരഭദ്രനെ ഏതോ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ നടു റോഡിലിട്ട് മർദ്ദിച്ചതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത് താക്കീത് ചെയ്ത് വിട്ടയച്ചു. പോരെ, ഇനി ഒരു താക്കീതും കൂടി താങ്ങാനുള്ള കഴിവില്ലാത്തോണ്ട് പറയാണ്. എന്റെ പൊന്ന് രാമേന്ദ്ര, നീ ഒന്ന് ഇവിടുന്ന് പോയി തരൂ. അതിരിക്കട്ടെ, നിങ്ങൾ എന്റെ മുതലാളിയല്ലേ? അതെ. അപ്പോ നിങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയായ എന്നെ തല്ലു കൊള്ളിക്കാതെ നോക്കേണ്ട കടമ മുതലാളിയായ നിങ്ങളുടേതാണ്. ആണോ? ആണ്. അതാണ് ട്രേഡ് യൂണിയൻ നിയമം. ഇതൊന്ന് പിടിച്ചേ. അല്ല രാമേന്ദ്ര, ഞാനും നിങ്ങളെ പോലെ തല്ലുകൊണ്ട മനുഷ്യനാണല്ലോ, അല്ലേ? അതെ. എനിക്കാര് പിടിച്ചു തരും? നിങ്ങൾ മുതലാളി, ഞാൻ തൊഴിലാളി. പിടിച്ചേ. നമ്മളെ യൂണിയനിൽ അങ്ങനെ ഒരു നിയമം ഒന്നുമില്ല. അർച്ചന മിൽസിന് അർച്ചന മിൽസിന് ശാപമോക്ഷം. അടിമക്ക എന്റെ ചൂടധിക. അതല്ല, പിന്നെ അർച്ചന മിൽസ് തുറക്കാൻ പോകുന്നു. അത് നീ എന്നെ തൊള്ളവർക്കെന്ന്. എന്റെ നാട്ടിൽ പൂട്ടിക്കിടക്കുന്ന ഒരു കമ്പനി ഇല്ലേ, അതിന് ആ അർച്ചന മിൽസ് തുറക്കാൻ പോകുന്നു. തുറന്നാ എനിക്ക് അവിടെ ജോലി കിട്ടും. അതിനുവേണ്ടി 60,000 രൂപ മറ്റേ നേതാക്കന്മാരുടെ കൈ കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ? എനിക്ക് അവിടെ ജോലി കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പാ. ഓ പടച്ചോൻ കാത്ത്. അപ്പൊ നീ ഇന്ന് തന്നെ പോവല്ലോ രാമേന്ദ്ര. എന്നാലും നിന്നെ എത്ര പെട്ടെന്ന് പിരിയേണ്ടി വരുമെന്ന് ഞാൻ കരുതിയില്ല. പക്ഷെ ഒരു നല്ല കാര്യത്തിന് പോവായതുകൊണ്ട് എങ്ങനെ വേണ്ടെന്ന് പറയും. ഇനി സമയം ഒട്ടും പാഴാക്കണ്ട. നിന്റെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാവാ. അങ്ങനെ അങ്ങോട്ട് ഓടിപ്പോവാൻ പറ്റില്ലല്ലോ. എന്തിനാ ഓടിപ്പോണേന്? ബസ്സിനായിക്കൂടെ? അതിനുള്ള എന്തെങ്കിലും വന്നാലും ഞാൻ വായിച്ചോളാം. എന്തേ? അതല്ലിക്ക, ഞാൻ ദുബായി പോണെന്ന് പറഞ്ഞ് പോന്നത് കൊണ്ട് എനിക്ക് അവിടെ ഒരുപാട് കടങ്ങളുണ്ട്. അതെല്ലാം വീട്ടാനുള്ള പണമായിട്ടല്ലാതെ എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഈ ജന്മത്തിൽ നിനക്ക് നാട്ടിൽ പോകാനുള്ള ഉദ്ദേശമില്ലാന്ന് സാരം. പോകണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ അവിടെ ചെന്നിട്ട് കടക്കാരോട് മുഴുവൻ കാശില്ലാന്ന് എങ്ങനെയാ പറയാ? കാശില്ലാന്ന് പറയരുത്, കടക്കാരോട് ഒട്ടും പറയരുത്. എന്നാ കാശ് ഉണ്ടെന്ന് പറഞ്ഞു നോക്കിയേ. ഒരു ഒറ്റ ഒരുത്തൻ എന്നോട് കാശ് ചോദിക്കൂല. അതെങ്ങനെ? രാമേന്ദ്ര, നിന്നെ ഒഴിവാക്കാൻ വേണ്ടി പറയാണെന്ന് വിചാരിക്കരുത്. നീ രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പറയാണ്. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ കാര്യം പറ. അതായത് നീ ദുബായിലാണെന്നല്ല അവരുടെ വിചാരം. അതെ. അപ്പൊ ദുബായിന്ന് ചെല്ലണം, അത് തന്നെ അവിടെ ചെല്ലണം. എന്നിട്ട് നിന്റെ കയ്യിൽ ലക്ഷക്കണക്കിന് രൂപ ഉണ്ടെന്ന് തട്ടിവിടണം. അതേറ്റ കടക്കാരെ മുഴുവൻ നിനക്ക് പറഞ്ഞു തരാൻ പറ്റും. പിന്നെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ അതോടെ നിന്റെ പ്രശ്നം തീർന്നില്ലേ? സംഗതി കൊള്ളാം, പക്ഷെ ഒന്ന് ഏറ്റി കിട്ടണം. അതൊക്കെ നിന്റെ മിടുക്ക് പോലെ ഇരിക്കും. ഇക്കാര്യത്തിൽ താൻ എന്നെ ഒന്ന് സഹായിക്കണം. ഇക്കാര്യത്തിൽ എന്ത് സഹായം വേണമെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. താനും തന്റെ കാറും എന്റെ കൂടെ വേണം. ഇന്റെ അല്ല എട പായ, ഒരു റൂട്ട് പറഞ്ഞാൽ നിന്നെ തന്നെ ചാമ്പുക. അടിമക്ക, ഈ സമയത്ത് നിങ്ങൾ എന്നെ കൈവെടിയരുത്. നീ കയ്യെന്ന് വിട്. നിങ്ങൾ എന്റെ മുതലാളിയല്ലേ? രാമേന്ദ്ര, നീ ഒരു കാലത്തും എന്നെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലല്ലേ? ഇല്ല. ഇൻഷാ അല്ലാഹ്.
സ്പീഡ് എടുക്കാറായി. ഇനി താൻ ഓടിക്കും. ഇത്ര പട്ടിക്കാട്ടിലാണ് ഈ താമസിക്കുന്നത്. പക്ഷെ ആൾക്കാരെല്ലാം ബുദ്ധിയുള്ളവന്മാരാണ്. അപ്പൊ പറഞ്ഞല്ല ഓർമ്മയുണ്ടല്ലോ. ഒക്കെ ഓർമ്മയുണ്ട്. തൽക്കാലം ഡ്രൈവറായിട്ട് അഭിനയിക്കാൻ കരുതി ഓവറാക്കരുത്. ആളുകളുടെ ഇടയിൽ അങ്ങോട്ടിടും ഇങ്ങോട്ടിടും തന്നെ എന്റെ സ്വഭാവം മാറും. ശരി ശരി, വണ്ടി വിട്. ഭയങ്കര വെയിറ്റ്. ഇതെന്താ പെട്ടിയിലിത്? ഒരാൾക്കെടുത്ത് അത് എന്തായാലും ഇത് കൊണ്ടൂല. വരുന്ന വിവരത്തോട് കമ്പി അടിക്കായിരുന്നില്ലേ? ഞാൻ എയർപോർട്ടിൽ വരായിരുന്നല്ലോ. അത് പിന്നെ അച്ഛനെ വെറുതെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതിയ. നീ അങ്ങ് വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ മോനെ. ഏയ് അമ്മയ്ക്ക് തോന്നുന്നതാ. ഏട്ടന് ഒരു ക്ഷീണവും ഇല്ല. അവള് പറയട്ടടി, മക്കളെ കുറേ നാൾ കാണാതെ ആവുമ്പോ ഏത് അമ്മയും പറയും. അതൊന്നും അല്ല, എന്റെ മോനെ കണ്ട എനിക്കറിഞ്ഞൂടെ. ആ 2 പെട്ടി എടുത്തങ്ങ് അകത്തേക്ക് കൊണ്ടുവന്നേരെ. എന്താ അത് പെട്ടി താഴെ. എത്ര നിസ്സാരായിട്ടാവും പറയണത്. രാമേന്ദ്ര, ഇവനങ്ങ് പിരിച്ചുവിട്ടേക്ക്. വേറെ നല്ല ഡ്രൈവറെ വെക്കാം. രാമേന്ദ്ര, തരയാള് അച്ഛൻ ഇതോ. അടിമേ, ആ പെട്ടി സൂക്ഷിച്ചെടുത്ത് അകത്ത് വെച്ചേക്കൂ. അടിമയോ? ഇപ്പോഴുണ്ടോ ദുബായിലൊക്കെ ഈ അടിമ കച്ചവടം? എടാ, വാങ്ങുമ്പോ ഇത്തിരി തണ്ടും തടിയുള്ള അടിമ മേടിച്ചൂടെ? ഈ അസ്ഥി കൂടെ എന്ത് പണിയെടുക്കാനാ? എന്താണോ ഈ കാണിച്ചത്? അതിൽ ഉടനെ സാധനങ്ങൾ ഉണ്ടാവും. എന്ത് പണിയാണ് ചെയ്തത്? എടുത്തോണ്ട് പോടോ, എടുത്തോണ്ട് പോടോ. അല്ലെങ്കിൽ ഞാൻ തന്നെ എടുക്കാം. അയ്യോ, ഒന്നിഞ്ഞു വന്നേ. അതാ വരണോ. അടിമ പണിയെടുപ്പിക്കാനോ? നമുക്ക് നീ അടിമക്കാരൻ എവിടെ കൂട്ടിക്കൊണ്ടെന്ന്? അയ്യേ, അത് അച്ഛൻ വിവരക്കേട് കൊണ്ട് പറഞ്ഞതല്ലേ. ഇമ്മാതിരി വിവരക്കേട് എന്റെ അടുത്ത് എടുക്കരുത്. ഇപ്പൊ എനിക്ക് എന്നെ കിട്ടൂല. നീ ഒരു കാര്യം ചെയ്, വേറെ മിടുക്കുള്ള ഡ്രൈവറും കാർ നോക്കിക്കോ, ഞാൻ വയ്യാണ്. എല്ലാം പറഞ്ഞു എന്നിട്ട് ഒടുവിൽ കാല് മാറരുത്. നിങ്ങളല്ലേ പറഞ്ഞ കുറച്ച് ജാട കാണിക്കണമെന്ന്? എന്നോട് ജാട കാണിക്കാൻ പറഞ്ഞിട്ട് എന്റെ അച്ഛനെ ഞാൻ സഹിക്കണോ? ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവാതെ ഞാൻ നോക്കിക്കൊള്ളാം. ഉണ്ടായ ഞാനും നോക്കാം അടുത്ത പണി. പിന്നെ ഒരു സെക്കൻഡ് ഞാനിവിടെ നിൽക്കൂല. പതുക്കെ ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. എന്റെ ജോലി ശരിയാവുന്നവരെ എങ്ങനായാലും നിങ്ങൾ എന്റെ കൂടെ നിൽക്കണം. നിൽക്കാനൊന്നും പറ്റില്ല. ഞാൻ കിടക്കട്ടെ. രാമേന്ദ്ര, കാറിലിരുന്ന് ഉറങ്ങിട്ടേ കാല് വരുത്തുപോയി. ഒന്ന് ചെക്കുമോനെ, ഒന്ന് തിരുമടോ. ഇപ്പൊ തിരുമണോ? പിന്നെ ഇപ്പൊ കാല് വരുത്താൻ 4-5 ദിവസം കഴിഞ്ഞിട്ടാ തിരുമല്. ഞെക്കിന് ഞെക്കോ. ശബ്ദം വേണ്ട, തിരുമാം. വിലക്ക് കാലിന്റെ മസിൽ കയറൂ. ഈ ചെണ്ടക്കമ്പിലാണ് മസിലി. ദാസൂട്ടി, എടാ ദാസൂട്ടി, 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 എടാ എഴുന്നേൽക്കടാ. എടാ രാമേന്ദ്രൻ വന്നു. എടാ രാമേന്ദ്രൻ വന്നു. എപ്പോ? ഇപ്പൊ വന്ന് കയറിയതേ ഉള്ളൂ. ആ കാലം മടന്ന് വരാൻ കേട്ട നേരം. ആ കത്ത് അയച്ച നീയാണെന്ന് അറിയുന്നതിന് മുമ്പ് നീ ഇവിടെ നിന്ന് മാറി നിൽക്കണം. അയ്യടാ, അങ്ങനെ കൈ എഴുകല്ലേ. നമ്മളെന്ന് പറ. അതെ, നമ്മളിവിടെ നിന്ന് മാറിയുന്നില്ലെങ്കിൽ ആ കുഴപ്പമാവും. എന്ത് കുഴപ്പം? അവൻ വന്ന സ്ഥിതിക്ക് നമ്മുടെ കുഴപ്പം തീരാൻ പോവല്ലേ. അവനെ പിടിച്ചിട്ട് ആ കാശിക്ക് മേടിക്കണം. അല്ല, കാശുകാരായിരിക്കത്തില്ല. അവ ഇപ്പൊ വലിയ ലെവലിലല്ലേ. സ്വന്തമായിട്ടൊരു കാറും ഈർക്കിന് പോലത്തെ ഒരു ഡ്രൈവറും ടൈം. പക്ഷെ അവൻ നന്നായാല് എനിക്ക് ആ ഒരു അസുഖമില്ല. നമ്മുടെ വിസയൊക്കെ അവൻ കൊണ്ടുവന്നാണല്ലേ. അവൻ്റെ ഒരു വലിയ പെട്ടിയുണ്ട്. നമ്മുടെ വിസ ആയിരിക്കും. അമ്മണി ഒന്ന് വേഗം വരൂ. എത്ര നേരമായി കാത്തിരിക്കണു? വിശക്കണു. നല്ല ഭയങ്കര ആവി. എണീക്ക്. ഓ, ഡ്രൈവർമാർക്കുള്ള ഭക്ഷണമൊക്കെ അപ്പുറത്ത്. രാമേന്ദ്ര, അല്ലച്ച, ആ തെങ്ങിനും കവുങ്ങിനും ഒരേപോലെ തളപ്പിടാൻ പറ്റില്ല. അപ്പുറത്ത് പോ. ഡ്രൈവർ ആണെങ്കിൽ ഇയാൾ എന്റെ കൂട്ടുകാരനെ പോലെയാ. ഞങ്ങൾ എന്നും ഒന്നിച്ചിരുന്നാ ഭക്ഷണം കഴിക്കുന്നത്. എനിക്ക് വേണ്ട. അല്ല, ഇയാളും ദുബായിലായിരുന്നു? അല്ല, ഞാൻ ഷാർജയില്. ഷാരദയിലോ? ഷാർജ അടുത്തടുത്താണ്. അവിടെ ഇയാളെന്റെ ഡ്രൈവറായിരുന്നു. തന്റെ പേരെന്താന്നാ പറഞ്ഞേ? എൽക്ക് അടിമക്കണ്ണ്. LK അടിമക്കണ്ണ്. ആ, എടാ അടിമക്കണ്ണാ, നീ എന്നും ഇതിന് നന്ദിയുള്ളവനായിരിക്കണം. ഇവനെന്റെ മോനായതുകൊണ്ട് പറയല്ല. ഇതുപോലൊരു മുതലാളിയെ നിനക്ക് തപസ്സിരുന്നാ കിട്ടില്ല. കിട്ടൂലെന്ന് മാത്രോ, ഇതുപോലത്തെ ഒരു മുതലാളി ഭൂലോകത്തുണ്ടോന്ന് സംശയം. ഭക്ഷണം കഴിച്ചു തുടങ്ങാം, അല്ലെങ്കിൽ തണുത്തു പോകും. ഒന്നുകിൽ പാർട്ടി പറയും, ഇല്ലെങ്കിൽ ഞാൻ പറയും. നേതാവ് എന്ന് പറഞ്ഞാൽ മതി.
നീ വന്നെന്ന് അറിഞ്ഞപ്പത്തോട് തുടങ്ങിയ ബഹളം നിന്നെ ഒന്ന് കാണണമെന്നും പറഞ്ഞു. ഇത്രയാക്കി നീ കാശ് കൊടുക്കാനുണ്ടോ? ഏയ്, ഇത്രയും പേരോടൊന്നും ഞാൻ കടം വാങ്ങിച്ചിട്ടില്ല. ആ കൂടെ 3 പെട്ടിക്കടയിലും 2 ചായക്കടയിലും പിന്നെ മാത്തുണ്ണിക്കും പിന്നെ പാസ്പോർട്ടിന് ഫോട്ടോ എടുത്ത് ആ സ്റ്റുഡിയോക്ക് ഇത്രയും പേർക്ക് ഞാൻ കൊടുക്കാനുള്ളൂ. പിന്നെ എന്തിനാ ഇവരൊക്കെ ഇവിടെ വന്ന് കുടിക്കണേ? ഇനി നിന്നെ തല്ലാനൊക്കെ കൊണ്ടെന്നായിരിക്കോ? ഏയ്, ഏതായാലും നീ സൂക്ഷിക്കണം. ഇതെന്തിനാ? കുടി ചെല്ല്, ഇത് കൊണ്ട് പോയിക്കോ. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഞാനിവിടെ നനങ്ങൂല. ചെല്ല്, ധൈര്യമായിട്ട് പോ. അങ്ങോട്ട് നോക്കണ്ട, നോക്കിയാ നീ ബേജാറാവും. ചെല്ല്. നമസ്കാരം. നിർത്തൂ, മുദ്രാവാക്യം വിളി നിർത്തൂ. ഇപ്പൊ വിശ്വാസമായല്ലോ, രാമേന്ദ്രൻ എത്തിയിരിക്കുന്നു. ഇനി ജോലി കാര്യങ്ങളൊക്കെ യൂണിയൻ ഓഫീസിൽ വെച്ച് സംസാരിക്കാം. ഇപ്പൊ സമാധാനമായിട്ട് എല്ലാവരും ഈ പരിസരം വിട്ടു പോകണം. പൊക്കോ. ഞാൻ രാമൻപിള്ള, അർച്ചന മിൽസ് തൊഴിലാളി യൂണിയൻ സെക്രട്ടറിയാണ്. അറിയാം, ഇരുന്നാട്ടെ. അയ്യോ, ഇരിക്കാൻ തീരെ സമയമില്ല. എനിക്കിന്നൊരു കുത്തിയിരിപ്പ് സത്യാഗ്രഹത്തിന് പോകണം. എന്നാലും ഇവിടെ ഒന്ന് ഇരുന്നിട്ട് പോണം. ഓക്കെ, കുത്തിയിരിപ്പിന് റിഹേഴ്സൽ ആവുമല്ലോ. ഞാനും രാമേന്ദ്രന്റെ അച്ഛനും കൂടിയാണ് അർച്ചന നായരെ കണ്ട് രാമേന്ദ്രൻ വരുന്നവരെ വെയിറ്റ് ചെയ്യാൻ സമ്മതിപ്പിച്ചത്. അതും 2 മാസം. ഓ, 2 മാസം. അതിൽ കുറഞ്ഞൊരു സമയം അവരോട് ചോദിക്കുന്നത് കടുത്ത അനീതിയാണ്. സാരമില്ല, 2 ഇന്ന് തന്നെ അർച്ചന നായരെ പോയി കാണണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. തീർച്ചയായും ഇന്ന് തന്നെ പോയി കാണാം. അപ്പൊ തൊഴിൽ പ്രശ്നങ്ങളൊക്കെ അത് കഴിഞ്ഞിട്ട് സംസാരിക്കാം. യൂണിയൻ ലീഡർ സ്ഥലത്തില്ല, വന്നാലേ ബാക്കി കാര്യങ്ങൾ അറിയാവൂ. അർച്ചന മിൽസിലെ 3/4 പങ്ക് തൊഴിലാളികളും ഞങ്ങളുടെ യൂണിയനിലാ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? കാര്യങ്ങളൊക്കെ ശരിയായ ഞാൻ നിങ്ങളുടെ യൂണിയനിലേ ചേരൂ. തമാശ. മുതലാളിമാർക്ക് ഞങ്ങളുടെ യൂണിയനിൽ ചേരാം. വിലക്കൊന്നും കൽപ്പിച്ചിട്ടില്ല. തമാശ പറഞ്ഞല്ല. ദുബായി പോയി 4 കാശുണ്ടാക്കിയെന്ന് വിചാരിച്ച് ഞാനല്ലാതാവില്ല. ഞാനും നിങ്ങളുടെ യൂണിയന്റെ ആളാ. വളരെ സന്തോഷം. എന്നാ ഇറങ്ങട്ടെ. ശരി. ദുബായിന്ന് പ്രത്യേകിച്ചൊന്നും കൊണ്ടുവന്നില്ലേ? വലിക്കാനോ കുടിക്കാനോ? കുറച്ച് സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നു. ഈ കാറിവറിയായിട്ട് വന്നതുകൊണ്ടേ എല്ലാം അണ്ണക്കമ്പനിയായിട്ടാണ് അയച്ചിരിക്കുന്നത്. ഇനി കൊച്ചി പോയി റിലീസ് ചെയ്തെടുക്കണം. ഈ കുമാരുടെ കാര്യം കൊണ്ട് തോറ്റ് ഈ കസ്റ്റംസ്. എന്ത് പറ്റി? കഷ്ടം വിക്കുണ്ടല്ലേ? എനിക്ക് ഈ സന്തോഷം, സങ്കടം, ദേഷ്യം ഇതൊക്കെ വരുമ്പോ സംസാരിക്കാൻ ലേശം ബുദ്ധിമുട്ടുണ്ട്. എന്നാ ഇറങ്ങട്ടെ. അപ്പൊ എങ്ങനെ? എന്ത് പറ്റി? ഈ പണ്ടാരമൊക്കെ എന്തിനാ എന്റെ തന്നു വിട്ടത്? അത് നിനക്കൊരു ധൈര്യത്തിന്. ഇനി ഇതൊന്നും വേണ്ടടോ. എന്റെ ജോലി ശരിയായി കിടക്കുന്നെന്ന് അറിഞ്ഞപ്പോ തന്നെ പകുതി ആശ്വാസമായി ഞമ്മക്കും. മോനെ, ആ മണിയും ദാസുട്ടിയും ഒന്ന് നിൽക്കുന്നു. ഇനിയെങ്കിലും അവരുമായിട്ടുള്ള കൂട്ടുകെട്ട് നിർത്തിയേക്കണം. ഈ നാട്ടിൽ നിനക്കിപ്പോ ഒരു നിലയും വിലയും ഉള്ളതാ. അത് നീ മറക്കണ്ട പറഞ്ഞേക്കാം.